കേരളത്തിൽ ഇസ്ലാമിക പണ്ഡിത സഭ അവരുടെ തീരുമാനങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ ഓർമ്മയുണ്ടായിരിക്കും, അതിൻ്റെ അകത്തൊരു MP ഉസ്താദോ AP ഉസ്താദോ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേജിൽ ഒരു പെൺകുട്ടിക്ക്, അതായത് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ പെൺകുട്ടിക്ക് പ്രൈസ് കൊടുക്കാൻ നേരത്ത് പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെയും പേരൻസിനെയും ശാസിക്കുന്നു. പണ്ഡിത സഭയുടെ ഒരു ഉസ്താദാണ്. അതേപോലെ പുതിയതായിട്ട് പണ്ഡിത സഭ പുതിയ ഗവൺമെൻറ് തീരുമാനിച്ച, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും എക്സർസൈസ്, അതായത് കുട്ടികൾ എക്സർസൈസ് പഠിച്ചിരിക്കണം, അവരത് ചെയ്യണം. അതൊരു മാൻഡേറ്ററി ഭാഗമായിട്ട്, കാരണം അവരുടെ ആരോഗ്യം മറ്റുള്ള സംഭവങ്ങളിലോട്ടൊക്കെ ശ്രദ്ധ ചെലുത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭാഗമാണ് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. അതായത് ഡ്രില്ല് സമയത്ത് കുട്ടികളെ ഇത് പഠിപ്പിക്കണം. അതിനെതിരെ പണ്ഡിത സഭ രംഗത്ത് വരികയാണ്. കാരണം കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തടുത്തിരിക്കുന്നു. അവരിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അത് പ്രകോപനം സൃഷ്ടിക്കും. അതായത് എക്സർസൈസിന് പോകുമ്പോഴിടുന്ന വസ്ത്രങ്ങൾ പ്രകോപനം സൃഷ്ടിക്കും. അതുകൊണ്ട് അത് നിർത്തണം. നേരത്തെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നു, യൂണിഫോം പാടില്ല. അതായത് പാൻറ്റും ട്രൗസറും ഷർട്ടും അത് പെൺകുട്ടികളിടാൻ പാടില്ല. അത് അശാസ്ത്രീയം എന്നാണ് പറയുന്നത്. ഇപ്പോഴും പണ്ഡിത സഭയുടെ ഒരു ഉന്നതൻ പറയുന്നത് സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയം. എന്താ ശാസ്ത്രീയം? എന്തുവാ ശാസ്ത്രീയ? ചാക്ക് അങ്ങോട്ട് ഇടുന്നതാണ് ശാസ്ത്രീയം, ബാക്കിയല്ല അശാസ്ത്രീയം. ഇതാണ് ഞാൻ പല വീഡിയോകളിലും പല ആവർത്തി ഞാൻ പറഞ്ഞത്. ഒരു കാര്യമുണ്ട്, കേരളത്തെ താലിബാൻ ഇസ്ലാമിക രീതിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ 2 പ്രാവശ്യം ഓണം നടന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ വടക്കൻ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സിനിമാ പാട്ടനുസരിച്ച് അവർ കുട്ടികൾ ഉള്ളിച്ചാടി. അതിനകത്ത് മുസ്ലിം പെൺകുട്ടികളും വളരെ മുൻപോട്ട് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന വടക്കൻ മലബാറിലെ ഒരു റവല്യൂഷനുണ്ട്, വിദ്യാഭ്യാസം കിട്ടിയുള്ള റവല്യൂഷൻ. അത് ഈ പണ്ഡിത സഭകളെ, ഇവന്മാരെല്ലാം ജോക്കർമാരാകും. ഇവരെന്തൊക്കെയാ കോവിഡിനെ പറ്റി പറയുന്നത് ഓർമ്മയുണ്ടായിരിക്കും. കാലിൽ കൂടെയാണ് കോവിഡ് വരുന്നത്. അതും പറഞ്ഞു മറ്റൊരു പണ്ഡിതനാണ് പറഞ്ഞത്. മഴ പെയ്യുന്നതിനെ പറ്റി മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു, 10,000 കിലോമീറ്റർ മുകളിൽ നിന്നാണ് മഴ വരുന്നത്. ഇതാണ് ഈ പണ്ഡിത സഭ എന്ന് പറയുന്നത്. ഞാനവരെ കളിയാക്കി പറയല്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ, സത്യം പറഞ്ഞാൽ കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ അത്രമാത്രം വിഡ്ഢികളാകുന്നത് നിങ്ങൾ സ്വയമേ തീരുമാനിക്കുക. പക്ഷെ നിങ്ങളെ അനുകൂലിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രത്യേകിച്ച് ലീഗ്, അതേപോലെ തന്നെ കോൺഗ്രസ്, അവരും മിണ്ടത്തില്ല. കാരണം ഈ പണ്ഡിത സഭകൾ പറയുന്ന പൊട്ടത്തരമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ. അതാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഇടതാണെങ്കിലും വലതാണെങ്കിലും. ഇപ്പോൾ സൂബ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി മറ്റേ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരിക്കും. എന്ത് പുല്ലായ കുട്ടികൾ എക്സർസൈസ് ചെയ്യുന്നതിനകത്ത് ചർച്ച ചെയ്യാനുള്ളത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് യൂണിഫോം ഉണ്ട്. അതിനകത്ത് എന്ത് ചർച്ച ചെയ്യാനുണ്ട്? യൂണിഫോമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് എക്സർസൈസ് ചെയ്യണം ഡ്രില്ല് സമയത്ത്. അതിനകത്ത് എന്ത് ചർച്ച ചെയ്യാനുള്ളത്? ഇതേപോലെയുള്ള മണ്ടത്തരവും വിഡ്ഢിത്തരവും പറയുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി പ്രതികരണം വളരെ 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 മോശമായ രീതിയിൽ പോകുന്നു. ഇവിടെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരു കഥാപാത്രം ശിവൻകുട്ടി തന്നെയാണ്, ആ മന്ത്രി. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡിങ് എടുത്തു, ഇത് ഞങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കും. കാരണം ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിനുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അവരെ പഠിപ്പിച്ചെടുക്കണം. അടുത്ത തലമുറയാണ്.
അതിനെ എതിർക്കുന്ന രീതിയിൽ ഈ പറയുന്ന പണ്ഡിത സഭയും ജോക്കർമാരും വിഡ്ഢിത്തം പറയുമ്പോൾ അതിൻ്റെ മുകളിൽ അതാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തലത്തിലോട്ട് നമ്മൾ പറയണം. ഈ കേരള ഗവൺമെൻറ്റും മലയാളികളൊക്കെ പറയാം നമ്പർ 1. എന്തിനാ നമ്പർ 1 എന്ന് പറയാ? നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യയാണെങ്കിൽ ലോകത്ത് എല്ലാ സ്കൂളുകളിലും പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്, യോഗയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതൊക്കെ സ്കൂളിൻ്റെ ഭാഗമാണ്. പക്ഷെ കേരളത്തിൽ മാത്രം അത് പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല, അത് പഠിക്കാൻ പാടില്ല, ഇത് പഠിക്കാൻ പാടില്ല, ആൺകുട്ടി അവിടെ ഇരിക്കണം, പെൺകുട്ടി അവിടെ ഇരിക്കണം. ഇതല്ലയോ പഴയ നൂറ്റാണ്ടോട്ട് കൊണ്ടുപോവാണ് ഇതിനെ. ഇതല്ലയോ താലിബാനിൽ നടന്നേ. അത് താലിബാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നീട് എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചില ക്രിസ്ത്യൻ കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അവർക്ക് അതിനകത്ത് നിസ്കരിക്കണം, അവർ റൂം ഉണ്ടാക്കി കൊടുക്കണം. എന്തൊക്കെ പ്രശ്നമാണ് അതിന് SFI പിന്തുണയ്ക്കുന്നത്. ഇതേപോലെയുള്ള മനുഷ്യനുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത തലത്തിൽ, അതായത് പുതിയ യുഗവുമായിട്ട് എവിടെയും യോജിച്ച് പോകാൻ പറ്റില്ല. അതിനെതിരെ പണ്ഡിത സഭയും മുസ്ലിം മത നേതാക്കളും ഒരുമിച്ചിറങ്ങുമ്പോൾ അതിനെ എതിർക്കാൻ പോലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. അതാണ് ഏറ്റവും അപലപനീയം എന്ന് പറയുന്ന സംഭവം. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ശക്തമായ ഭാഷയിൽ പറയണം, സ്കൂളിൽ ഇതൊക്കെ ആവശ്യമാണ്, ഞങ്ങളിത് നടപ്പിലാക്കും, ഗവൺമെന്റ് മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കണം, സ്കൂളിന് ഇത് ആവശ്യമാണ്. ഈ പറയുന്ന അവരുടെ ചില പണ്ഡിത മഹാന്മാർ പറയുന്ന അവരുടെ സ്കൂളുകൾ നടപ്പിലാക്കില്ല, ലൈസൻസ് എടുത്ത് ദൂരെ സസ്പെൻഡ് ചെയ്യണം. കാരണം വാൺ ചെയ്യണം. ഒരു സ്റ്റേറ്റ് നടക്കുന്നത് ആ സ്റ്റേറ്റ് ഭരിക്കുന്നവരെ ത്രൂ ആണ്, ജനാധിപത്യത്തിൽ എലക്റ്റഡ് ആണ്. അതുപോലും നടത്തുവാൻ ഇവിടെയുള്ള ചില ആൾക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുവാൻ ഗവൺമെൻറ് എല്ലാ തലങ്ങളിലും തയ്യാറാകണം. ഇതിനകത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കരുത്. കാരണം കുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത്. ഇവിടെ കേരളത്തിലെ വടക്കൻ മലബാറിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന പെൺകുട്ടികൾ അതിമിടുക്കികളാണ്. അവർ പുതിയ കേരളത്തിൻ്റെ വാഗ്ദാനമാണ്. കാരണം ഇവരെ അടുക്കളയിലും ഈ കറുത്ത ചാക്കിനകത്ത് മാത്രം നിർത്താൻ ഉദ്ദേശിക്കുന്ന മത നേതാക്കന്മാർക്ക് അവർ പേടിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ വിദേശ നാടുകളിലൊക്കെ ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, അതായത് മിഡിൽ ഈസ്റ്റിൽ, അവിടെ എക്സസൈസ് ഇല്ല ഉണ്ട്, അവിടെ ആണും പെൺകുട്ടിയും അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല. സൗദിയിലെ ചേഞ്ച്, എന്ത് റാപ്പിഡായിട്ടുള്ള ചേഞ്ച് സൗദിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുക, അവിടെ മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ കേരളത്തിൽ ഇവർക്ക് എന്തും നടക്കും. അത് കേരളത്തിലെ പല പൊളിറ്റിക്കൽ പാർട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇൻക്ലൂഡിങ് BJP ഉൾപ്പെടെ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെതായ പല വ്യവസ്ഥയുണ്ട്, നയങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്. അത് ലോകം മുഴുവനും കുതിക്കുകയാണ് മുന്നോട്ട്. അതിനെ തടയിടാൻ വേണ്ടി ഇതേപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ അതിശക്തമായ രീതിയിൽ എതിർത്തില്ല എങ്കിൽ ഇവരുടെ ആൾക്കെയും കയറി മേയും. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്. കാരണം ഇവരുദ്ദേശിച്ചിരിക്കുന്നത് അവർ പറയുന്ന രീതിയിലേ നടക്കാൻ പാടുള്ളൂ. അവർ പറയുന്നതാണ് നിയമം. ആ നിയമം മറ്റുള്ളവരും അടിച്ചേൽപ്പിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് സൂംബ ഡാൻസും ഈ നിസ്കാരവും മറ്റുള്ള സംഭവങ്ങളൊക്കെ അവർ തരുന്ന മെസ്സേജ് എന്തുവാ? അതായത് അവരുണ്ടാക്കുന്നൊരു നിയമം, അവരുടേതായ മതനിയമം, അതനുസരിച്ച് മറ്റുള്ളവരെല്ലാം പൊയ്ക്കോണം, ആരും എതിർക്കാൻ പാടില്ല. ഗവൺമെൻറ് പോലും അത് ഫോളോ ചെയ്യണം. അപ്പം ബാക്കിയുള്ള കേരളത്തിലെ ഭൂരിപക്ഷവും മറ്റൊരു ന്യൂനപക്ഷവും ഇവർ പറയുന്നത് കേട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ചോദ്യമാണ് ഈ സംഭവം. അതായത് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും കട്ട് ചെയ്യാനാണ്
ഈ പറയുന്ന താലിബാനിസം നടക്കുന്നത്. ഇത് താലിബാനിസമാണ്. പഴയ രീതിയിലോട്ട് കൊണ്ടുപോവുക, ചാക്ക് മാത്രം ഇടുക, എന്നിട്ട് പറയും അവരുടെ ഇഷ്ടമാണ്. എന്താ അവരുടെ ഇഷ്ടം? ഇവിടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പുരുഷന്മാരുടെ അതേ സ്വാതന്ത്ര്യം കൊടുക്കണം. അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ളതാണ്. അതിനെ എതിർക്കുകയാണ് ഈ പണ്ഡിത സഭ. ഇതിനെ എതിർക്കുവാൻ വേണ്ടി കേരളത്തിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവരെ എതിർത്തേ മതിയാവത്തുള്ളൂ. കാരണം ഇവർ അജണ്ടയും പ്രൊപ്പഗണ്ടയുടെയും ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റിനെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് എവിടെ നിന്നൊക്കെയോ സഹായങ്ങളുണ്ട്. ഇത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതേപോലെ, ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ചെറുപ്പക്കാരൊന്നും കേരളത്തിൽ നിൽക്കാത്തത്. കാരണം ഒരു ഫ്യൂച്ചറും ഇല്ല. എന്ത് ഫ്യൂച്ചറാണ് ഉള്ളത്? ഇതേപോലെയുള്ള ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോന്നും വന്നുകൊണ്ടിരിക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റും? ഇതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഇതിന് വ്യക്തമായ മറുപടി ഗവൺമെൻറ് കൊടുക്കണം. ഇത് ഇവരുമായിട്ട് ഒരു സന്ധി സംഭാഷണവും നടത്തരുത്. കടക്കട പുറത്ത് എന്ന ആ രീതിയിൽ തന്നെ പറയണം. എന്നാൽ മാത്രമേ ഇത് ഫർദറായിട്ട് ഇത് തടയുവാൻ സാധിക്കുകയുള്ളൂ.